ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ലൈറ്റ് പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലൈറ്റ് റൂമിന് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടൂളും അതുപോലെ തന്നെ ലൈറ്റ് റൂമിലെ ഒരു ബെസ്റ്റ് ടൂളും ആയിട്ടുള്ള HSL ടൂളിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ടൂൾ വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കളർ കറക്ഷനും കളർ ഗ്രേഡിങ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. സോ ആദ്യം പറഞ്ഞ ലൈവില്ല, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത സെയിം ഫോട്ടോ തന്നെയാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ചെറിയ രീതിയിൽ കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റിനകത്ത് ഇവിടെ ഒരു എസ് കർവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈലൈറ്റും കുറച്ചിട്ടുണ്ട്, വൈബ്രൻസ് 4 ഇട്ടു, -4 സാച്ചുറേഷൻ ഇട്ടു, പിന്നെ ക്ലാരിറ്റി കുറച്ചു, ഡിഹേസ് കൂട്ടി, പിന്നെ ചെറിയ രീതിയിൽ കളർ നോയ്സും ഷാർപ്പനിങ്ങും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന HSL ടൂൾ അല്ലെങ്കിൽ കളർ മിക്സ് ടൂളുള്ളത് കളറിനകത്ത് മുകളിൽ മിക്സ് എന്നൊരു ടൂളുണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഒരു RGB കളേഴ്സ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താഴെ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് എന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ HSL എന്ന് പറയുന്നത്, ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് HSL ആണ്. അപ്പോൾ ഇതിൽ ഓരോ കളറിനകത്തും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഫസ്റ്റ് റെഡ് കളർ തന്നെ, ഈ ഫോട്ടോനകത്ത് അങ്ങനെ ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാണ്. ഇപ്പം ഈ മുഖത്ത് ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ റെഡിഷ് കളർ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറാണുള്ളത്, ഇങ്ങോട്ടേക്ക് ഒരു ഓറഞ്ച് കളറാണുള്ളത്. സോ ഇവിടെ ചെറുതായിട്ട് അവിടെ ചുണ്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ടോണിലേക്ക് കണ്ടില്ലേ വരുന്ന രീതിയിൽ. ഓക്കെ, കണ്ട ഒരു ഓറഞ്ച് ടോണിലേക്ക് വന്നു. അതേ സ്ഥാനത്ത് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ കണ്ട ഒരു ചുണ്ട് ഒരു പർപ്പിൾ രീതിയിൽ വന്നിട്ടുണ്ട്. ചുണ്ടും ചെറിയ രീതിയിൽ മുഖം മതിയായിരിക്കും നിങ്ങൾക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുക. കാരണം ഓറഞ്ചിലാണ് നമ്മളിപ്പോൾ ഈ ഫോട്ടോനകത്ത് മുഖം കാണുന്നത് അല്ലേ. അപ്പോൾ ഇത് ഈ ഓറഞ്ചിനകത്ത് നിൽക്കൂടെ ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ റെഡ്, ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഗ്രീൻ. ഓക്കെ, മുഖം നമുക്കൊന്ന് ഗ്രീനിഷ് രൂപത്തിലേക്ക് ആക്കാം. കണ്ടില്ലേ, ഇപ്പം മുഖം മൊത്തത്തിലൊരു ഗ്രീൻ ലുക്കിലേക്ക് വന്നു. അതേ സ്ഥാനത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കഴിഞ്ഞാൽ റെഡിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഹ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ പച്ച കളർ ബാക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നീക്കിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടൊരു പച്ച ഒരു സ്യാൻ ലുക്ക് വരുന്നുണ്ട്, ടീൽ ലുക്ക് വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു നല്ലൊരു കളർ ഗ്രേഡിംഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കളറിലും ഇപ്പോൾ എനിക്ക് ഈ ടീഷർട്ടിൻ്റെ കളറ് ഒരു റെഡും വയലറ്റും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ കളർ എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് റെഡ് മാറ്റിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ രീതിയിൽ ഷർട്ട് മാറുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ മാറണമെങ്കിൽ ഈ രണ്ട് കളർ, കാരണം ഈ ഫോട്ടോനകത്ത് ഈ രണ്ട് കളറാണ് കൂടുതലുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഒരു റെഡ് കളറായി, ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ടോട്ടലി ആ ടീഷർട്ടിൻ്റെ കളർ തന്നെ നമുക്കിവിടെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ കളറും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വലിയ ചേഞ്ച് വരത്തില്ല. ഇതാണ് ഈ റോസ് കളർ അല്ലെങ്കിൽ പിങ്ക് കളറാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് ഹ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അതിൻ്റെ താഴെയുള്ള സാച്ചുറേഷൻ നിങ്ങൾക്കറിയാം കളർ കുറക്കാനും കൂട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെടുത്ത സെലക്ട് ചെയ്ത കളർ, ഇപ്പം ഈ ടീഷർട്ടിൻ്റെ കളറാണെങ്കിൽ ഞാനിപ്പോൾ ടീഷർട്ട് പേർപ്പിൾ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നത്. ആ ഒരു കളർ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നതിനാണ് HSL ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലൂമിനൻസ് എന്ന് പറയുന്നത് നമ്മളെ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ടേക്ക് കൂട്ടിയാൽ ലൈറ്റ് കൂടും, ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ലൈറ്റ് കുറയും. അങ്ങനെ ഒരു കളറിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും അതേസമയം ആ ഒരു കളർ മാത്രം കളർ കുറക്കാനും അതുപോലെ ആ ഒരു കളറിൻ്റെ ലൈറ്റ് കുറക്കാനും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു HSL ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂളുണ്ട് ഇവിടെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വേണ്ട ഭാഗം, ഇപ്പോൾ എനിക്ക് ഈ ടീഷർട്ട് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഇത് ഇൻക്രീസ് ആവും. അതിൻ്റെ കളർ ഏതൊക്കെയാണ് കണ്ടില്ല, ഞാൻ പറഞ്ഞ ഈ വയലറ്റ് കളറും റെഡ് കളറാണ് അത്. നിങ്ങൾക്ക് അങ്ങനെ ഏത് കളറാണ് ആ ഫോട്ടോനകത്തുള്ളതെന്ന് കണ്ടുപിടിക്കാനും അത് താഴോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യാനും മുകളിലോട്ടേക്ക് കഴിഞ്ഞാലും കളർ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, മുകളിലോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഈ രണ്ട് റെഡും വയലറ്റും ഇത് ഇൻക്രീസ് ആവും. അതേസമയം ഈ ബാക്കിലുള്ള പച്ചപ്പാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ആ കളർ എന്ന് പറയുന്നത് യെല്ലോയും ഗ്രീനുമാണ്. അപ്പോൾ അത് മുകളിലോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഒരു ടീ ലുക്ക് വന്നു, താഴോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഒരു യെല്ലോ ലുക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഭാഗം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത്, ഇപ്പോൾ എനിക്ക് ഫേസിൽ ഒരു നോർമൽ ഒരു ലുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ എനിക്ക് സാച്ചുറേഷൻ ചെറുതായിട്ട് കുറവാണ് ഈ ഒരു മുഖത്ത്,
ലേശം ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് സാച്ചുറേഷൻ അവിടെ മുഖത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സാച്ചുറേഷൻ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം, അതായത് സെലക്ട് ചെയ്ത ഭാഗം മാത്രം നിങ്ങൾക്ക് കളറ് കൂട്ടാനും കുറക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അതാണ് സംഭവം. അതുപോലെ എനിക്ക് ഈ ഒരു ടീഷർട്ടിൻ്റെ കളർ പഴയ പോലെ ആക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ റെഡ് കളർ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഹ്യൂ കുറച്ച് കൊടുത്തു. അതുപോലെ വയലറ്റ് കളറും ഹ്യൂ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പഴയ ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് HSL ടൂൾ. ഇതാണ് സംഭവം. ഓക്കെ, ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാനും സാച്ചുറേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഇവിടെ നിന്നും മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടൂൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബാക്കിലുള്ള ആ ഒരു ഗ്രാസ് ഉണ്ടല്ലോ, ആ ഒരു പുല്ല്, അതിൻ്റെ കളറ് ഗ്രീനും യെല്ലോയും കൂടി വെച്ച് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഗ്രീനും യെല്ലോയും ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ചൊരു മൂടി ലുക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഈ ഗ്രീൻ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നീക്കുകയാണ് ചെറിയ രീതിയിൽ. എന്നിട്ട് സാച്ചുറേഷന് നല്ല രീതിയിലൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ലൂമിനൻസ്, അതായത് അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ച് പൊടിക്കും കുറക്കുന്നുമുണ്ട്. എന്നിട്ട് ഈ ഒരു യെല്ലോ നിങ്ങൾ മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലീൻ ലുക്ക് കിട്ടും. അതായത് ഈ ഒരു യെല്ലോ കളറായിരിക്കും നമ്മളെ ഫോട്ടോയിനകത്ത് ഫേസ് എല്ലാത്തതും ചെളിയും അതുപോലെ മണ്ണും ഒക്കെ ചേർന്ന കളറായിരിക്കും ഈ യെല്ലോ കളർ ഇതിനകത്ത് ഉണ്ടാവുക. സോ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ മൊത്തത്തിൽ കുറക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അത് കൂട്ടിയിട്ടും നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ രീതിയിൽ ഗ്രീനിൽ യെല്ലോ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് നീക്കുമ്പോൾ കണ്ടില്ല ചെറിയ രീതിയിൽ യെല്ലോ വരുന്നത്. ഇപ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടില്ല ചെറിയ രീതിയിലൊരു നല്ല ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ആ ഫേസിൽ ചെറിയ രീതിയിൽ ഞാൻ കുറക്കുകയാണ്. ഫേസ് കളർ മെയിനായിട്ടും ഈ ഒരു ഓറഞ്ച് കളറായിരിക്കും. അത് ഞാൻ കുറച്ച് സാച്ചുറേഷൻ കുറച്ചിട്ട് ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തു. ആൻഡ് ചെറിയ രീതിയിൽ ബ്രൈറ്റ്നസ്സും ഇൻക്രീസ് ചെയ്തു. ഈ ഒരു ചുണ്ടിൽ ചെറിയ രീതിയിൽ ചോപ്പ് കൂടുതലാണ്, അപ്പോൾ സാച്ചുറേഷൻ ചെറുതായിട്ട് കുറച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വൈബ്രൻസ് കൂട്ടി കൊടുക്കാം, കാരണം ഈ കളേഴ്സ് ഇതിനകത്ത് കുറവാണെന്ന് തോന്നുന്നു. ആ ഫേസ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഗ്രീനിഷ് ലുക്കിലേക്ക് വന്നിട്ടുണ്ടെന്ന്. സോ അത് ഞാൻ കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയേ ചെയ്യാനുള്ളൂ, അധികം ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഷൂവിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാം. ഞാനിവിടെ ടാർഗറ്റ് ചെയ്തിട്ട് ആ ഷൂവിൻ്റെ ഭാഗം നിൽക്കി കഴിഞ്ഞാൽ ഷൂ മൊത്തത്തിൽ മാറും. പക്ഷേ ഷൂ മാറുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അവിടെ തന്നെ വേറെ ആ കളർ തന്നെ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും മാറുന്നതാണ്, ആ ഒരു കാര്യമുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബാക്കിലുള്ള ആ ഒരു ഗ്രീൻ കളറേ മാറ്റിയിട്ടുള്ളൂ. എനിക്കിപ്പോൾ അത് മതി, കാരണം ഇപ്പോൾ തന്നെ ഒരു നീറ്റായിട്ടുണ്ട്. ബാക്കിലുള്ള സ്കൈ ഒരു ഓക്കെ ലുക്കിലാണുള്ളത്. ഇനിയിപ്പോൾ സ്കൈ എനിക്ക് കുറച്ച് ചേഞ്ച് വരുത്തണമെങ്കിൽ ചെറിയ രീതിയിൽ ടീൽ ലുക്കിലാണ് ഇതുള്ളത്. അപ്പോൾ നീലയും ഈ സ്യാൻ അല്ലെങ്കിൽ ഒരു ടീൽ ലുക്കുള്ള സാധനം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ കണ്ടില്ല ബാക്കിലുള്ള സ്കൈയും ചെറുതായിട്ട് ചേഞ്ച് ആകുന്നതാണ്. സോ അത് എനിക്ക് വലിയൊരു ചേഞ്ച് വരുത്തണമെന്നില്ല. അതുപോലെ ഈ ഒരു കളറും കണ്ടില്ല, ഇതൊക്കെ കൂട്ടിയും കുറക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചേഞ്ച് വരുത്താണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കളർ ഗ്രേഡിങ്ങും കളർ കറക്ഷനും നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ടൂൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിനകത്ത് കളർ ഗ്രേഡിങ്ങിനകത്തുള്ള ഒരു കളർ റിവീൽസ് ഉണ്ട്. സോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈറ്റ്റൂമിനകത്ത് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അടുത്തോളം വിളിച്ചപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.